ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതേപോലെ തന്നെ നല്ലൊരു ഓവണ ബീറ്റർ ഒന്നും ഇല്ലാതെ നല്ലൊരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് മീൻ മുളകൊക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പൊരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പൊടിയാതെ പൊരിഞ്ഞ് കിട്ടാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി പൊരിക്കാനും വേണ്ടി നല്ലൊരു ടിപ്പാട്ടോ അത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില തന്നെ ആദ്യം ഇട്ട് കൊടുക്കട്ടോ. ഈ കറിവേപ്പിലിൻ്റെ മുകളിൽ മീൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ ആകുമ്പം നമുക്ക് മീനൊന്നും പറ്റി പിടിക്കില്ല. നല്ല ഫ്രഷ് ആയിട്ട് പൊടിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മീനെല്ലാം മറിച്ചിടാൻ പറ്റും ചെയ്യും. അതുമാത്രമല്ല കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഈ മസാലക്കൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂട്ടുള്ള നല്ലൊരു മീൻ ഫ്രൈ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. മീൻ ഒരിക്കലും പൊടിഞ്ഞു പോകില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും ചെയ്യും. അത് മാത്രമല്ല പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഓവണോ ബീറ്ററോ ഒന്നും ഇല്ലാതെ 2 മുട്ട വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് കേക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ബൂസ്റ്റ് കേക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. 2 വർഷം മുന്നായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ വ്യൂസ് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഇത് 2 മുട്ടയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര, പിന്നെ കുറച്ച് പാല്, 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട അതേ രീതിയിലൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവണോ ബീറ്ററോ ഒന്നും ഇതിൽ യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ട് കുറേ സമയം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് നല്ല പതപതയായി പതിഞ്ഞ് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാനിതിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുന്നത്. വേഗം പഞ്ചസാര അലിഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ ബീറ്റർ ഇതിൽ യൂസ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതേ രീതിയിലൊന്ന് അടിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിൽ പകുതി പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചതിൻ്റെ പകുതിയായിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാല് ഞാൻ ഈ ഒരു ബൗളിന് പകുതി ബൗളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഓയിൽ ഒഴിക്കുന്നത് ഒരു 1/4 ഭാഗം കേട്ടോ. അതിൻ്റെയും പകുതിയാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു വിസ്ക് വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും ഞാനിതിൽ ബീറ്റർ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരു വിസ്ക് മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇനി ഞാനിതിലേക്ക് ബൂസ്റ്റ് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് പൊടി 5 രൂപേൻ്റെ ഈ ഒരു 2 പാക്കറ്റാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് നല്ലോണം തരിയുള്ളത് കാരണം നല്ലോണം അടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു ചെറിയ തരി ഉണ്ടാവുമല്ലോ ഈ ഒരു ബൂസ്റ്റ് പൊടിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിന് ഒരു 1/4 ബൗൾ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്രത്തോളം നിങ്ങളിതിലേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് മൈദ ഇട്ടിട്ട് ഇങ്ങനെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഒരു സ്പഞ്ച്. അപ്പോൾ മൈദയിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലോണം തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ബൂസ്റ്റിൻ്റെ നല്ലൊരു സ്മെല്ലും അതേപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട്.
അപ്പോൾ ഇതിന് കൂടുതൽ ചിലവുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വൈകുന്നേരം കുഞ്ഞുങ്ങൾക്കൊക്കെ കേക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഞൊടിയിടയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നല്ലൊരു അടിപൊളി കിടിലൻ കേക്ക് തന്നെ കേട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റും ആണത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരൊറ്റ കേക്ക് നമുക്ക് കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ അതാ ഇതിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഈ ബാറ്റർ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടോ. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ്, മിനിമം ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബൂസ്റ്റ് കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സ്പഞ്ചൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അടിവശം. എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കുറച്ചിൻ്റെ കൈ വെച്ചിട്ട് തന്നെ കുറച്ചൊന്നും കൂടി പോയത് കാരണം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, കാണുന്നത് പോലെയല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ. ബൂസ്റ്റിൻ്റെ നല്ലൊരു ഫ്ലേവറും ഈ ഒരു കേക്കിന് ഉണ്ടായിരിക്കും. പിന്നെ ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വട്ടം ഉണ്ടാക്കിയാൽ നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബിഗ്നേഴ്സിനൊക്കെ ഉള്ള അടിപൊളി ടിപ്പാട്ടത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ തോല് കളയുന്ന സമയത്ത് നമ്മൾ കത്തി കൊണ്ട് കളയുമ്പോൾ നമ്മുടെ കൈക്ക് തട്ടും എന്നുള്ള ആ ഒരു പേടിക്കേണ്ട. പ്രത്യേകിച്ച് ബിഗ്നേഴ്സിനൊക്കെ ഇതേപോലെ ഇഞ്ചി തോല് കളയുന്ന സമയത്ത് പേടിയാണല്ലോ കത്തി കൊണ്ട് ആക്കാനൊക്കെ. പെട്ടെന്ന് കത്തി കയ്യിൽ കൊണ്ടുപോകുന്നുള്ള ഒരു പേടി ഉണ്ടാവും. മാത്രമല്ല നമ്മൾ കത്തി വെച്ച് ആക്കുന്നതിനേക്കാളും കൂടുതൽ പെർഫെക്റ്റ് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇഞ്ചി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇഞ്ചിൻ്റെ ഇതേപോലെ ഇഞ്ചി പൊട്ടി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള ഇഞ്ചിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അതേ രീതിയിൽ നമ്മളൊന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്കിന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മൾ കത്തി വെച്ച് ആക്കുന്നതിനേക്കാൾ ഒരുപാട് ഉപകാരപ്രദാട്ടോ ഈ സ്പൂൺ വെച്ച് നമുക്ക് ആക്കുന്ന സമയത്ത്. അപ്പോൾ സ്പൂൺ എടുക്കുമ്പം ഏറ്റവും ചെറിയ സ്പൂൺ തന്നെ എടുത്തിട്ട് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇഞ്ചിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഞൊടിയിടയിൽ നമുക്ക് ഇഞ്ചിൻ്റെ ഈ ഒരു തോലൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചിട്ട് തോല് കളഞ്ഞ് വെക്കുന്നവരാണെങ്കിൽ, ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂവിൽ നല്ലോണം ഇഞ്ചി കഴുകിയിട്ട് ആ വെള്ളം ഒന്നും ഒട്ടും പാടില്ല കേട്ടോ, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം നിൽക്കുന്ന വെള്ളം തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ കുറേ കാലം നമുക്ക് ഈ ഒരു ഇഞ്ചി നമുക്ക് കുറേ കാലം നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ ഇഞ്ചി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇഞ്ചി ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇഞ്ചി നമുക്ക് കേടുകൂടാതെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് വരുന്ന ഒരു തലവേദനയാണ് പഞ്ചസാരയിൽ ഉറുമ്പ് കയറുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്ര പഞ്ചസാരൻ്റെ ടിന്ന് അടപ്പ് എത്ര ടൈറ്റ് ചെയ്ത് വെച്ചാലും എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെയെങ്കിലും ഒരു ഉറുമ്പ് അതിൽ വന്ന് കയറിക്കൂടും. അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പ് വന്ന പഞ്ചസാര എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ ഗ്രാമ്പ് ഇട്ടിട്ട് നല്ലോണം ടൈറ്റാക്കി അടച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഉറുമ്പ് കയറുന്ന ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. 2-3 ഗ്രാമ്പ് ഇതേപോലെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് പോയി കിട്ടാനും പറ്റും. ഇനി ഉറുമ്പ് വന്ന പഞ്ചസാര ആയാലും ഇതേപോലെ ഗ്രാമ്പ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ആ ഉറുമ്പ് ആ പരിസരത്ത് തന്നെ കാണില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിവിടെ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കത്തി കുറേ കഴിയുമ്പോൾ ആ ഒരു കത്തിൻ്റെ മൂർച്ചം പോയി കിട്ടും. അപ്പോൾ നമുക്ക് മൂർച്ച നല്ല രീതിയിൽ തന്നെ മൂർച്ചം കിട്ടാനായിട്ട്
ഇതേപോലെ സെറാമിക് കപ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഈ ഒരു സെറാമിക് കപ്പ് ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് കുറച്ച് പൊടിപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൈഡ് ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് കത്തി ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കത്തി മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് തീരെ ഒരു മൂർച്ചയില്ലാത്തൊരു കത്തിയായിരുന്നു, കുറേ വർഷം ഞാൻ ഉപയോഗിച്ച കത്തിയാട്ടോ. അപ്പോൾ തീരെ മൂർച്ചയില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മൂർച്ചം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കത്തി കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ചെയ്യും. പിന്നെ നമ്മൾ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ടിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലിനോട് തന്നെ ഒരു മടുപ്പായിരിക്കും. ഉള്ളി വെട്ടാനും മീൻ കട്ട് ചെയ്യാനൊക്കെ മൂർച്ചയില്ലാത്ത എടുക്കുമ്പോൾ നമുക്ക് ജോലിനോടെ തന്നെ മടുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് മീൻ വെട്ടി കഴിഞ്ഞാലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ നമുക്ക് നമ്മുടെ പണികൾ നല്ല എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നല്ല വൃത്തി ഉണ്ടാവും നമുക്ക് ചെയ്യുന്ന പണി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു ടിപ്സുകളാട്ടോ ഞാനിന്ന് കാണിച്ചതിലെല്ലാം. അപ്പം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.